ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കുറേ പേര് റിക്വസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. പോട്ടും മെത്തും ക്രാക്കൊക്കെ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. അപ്പോൾ 2-3 ദിവസം കൊണ്ട് ഈ ഒരു കമൻറ്റ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ ചെയ്ത് കളയാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊരു GPS അല്ലെങ്കിൽ ഫോൺ എന്തായാലും മസ്റ്റായിട്ടും വേണം. അപ്പോൾ മിക്ക പ്ലേസിൻ്റെ കയ്യിലും കാണും. അപ്പോൾ GPS ഇല്ലാത്തവർക്ക് ഫോൺ യൂസ് ചെയ്തിട്ട് അതിനകത്ത് GPS യൂസ് ചെയ്യാം. ഓക്കെ, ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്രാക്ക് ഹൗസും പോട്ട് ഹൗസും മെത്ത് ഹൗസിൻ്റെ ലൊക്കേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് /ലൊക്കേറ്റ് എന്ന് അടിക്കുക. ലൊക്കേറ്റ് എന്ന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇല്ലീഗൽ ലൊക്കേഷൻ കാണാൻ പറ്റും. ഇല്ലീഗൽ ലൊക്കേഷനിൽ നിങ്ങൾക്ക് ക്രാക്ക് ഹൗസ്, മെത്ത് ഹൗസ്, പോട്ട് ഹൗസ് എന്ന് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഫസ്റ്റ് പോട്ട് ഹൗസ് കാണിച്ചു തരാം. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെലക്ട് അടിക്കുക. അപ്പോഴേക്കും നമ്മുടെ മാപ്പിൽ ലൊക്കേഷൻ കാണിക്കുക. അപ്പോൾ നേരെ ആ ഒരു ലൊക്കേഷനിലേക്ക് വിട്ടേക്കുക. അപ്പോൾ നമ്മൾ ഈ ലൊക്കേഷനിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഒരു കാര്യം പറയാം. KPRP എന്ന് പറഞ്ഞൊരു സെർവർ ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അത്യാവശ്യം ഒരു 60+ പ്ലേയേഴ്സ് അറ്റ് എ ടൈമിൽ കളിക്കുന്നുണ്ട്. ഏകദേശം 7000 പ്ലേയേഴ്സാണ് ടോട്ടൽ മെമ്പേഴ്സായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർക്ക് കളിക്കാം. ഗാങ്സിലോട്ടും ഫാക്ഷൻസിലോട്ടും അത്യാവശ്യം തീരാറായിട്ടുണ്ട്, എന്നാലും ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കൂടെ ജസ്റ്റ് ജോയിൻ ചെയ്യാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ട്യൂട്ടോറിയൽസ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് പറയാം. നമുക്കൊരു 15 പാർട്ടിനകത്ത് എല്ലാ ട്യൂട്ടോറിയൽസും തീർക്കണമെന്നാണ്. ഇപ്പോൾ ഒരു 7 പാർട്ട് എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ നേരെ ഞാൻ ഈ പോകുന്ന ലൊക്കേഷനിലേക്ക് നിങ്ങൾ ചെല്ലുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ ചെന്നിട്ട് ഈ വണ്ടി ഇട്ടിട്ട് നിങ്ങൾ ഈ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ വന്ന് കിടക്കുന്നത് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോട്ട് ഹൗസ്, ക്രാക്ക് ഹൗസ്, മെത്ത് ഹൗസിലൊക്കെ എപ്പോൾ വേണമെങ്കിലും പോലീസും കാര്യങ്ങളും വരാം. നിങ്ങളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയിലും കിട്ടും. അവിടെ ചെന്ന് നിങ്ങൾ ഡോറിനകത്ത് എൻ്റർ ആവാൻ നോക്കുന്ന ടൈമിൽ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ഈ പാസ്വേഡ് എവിടെ നിന്നാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഗ്യാങ്ങിന് മാത്രമാണ് പാസ്വേഡ് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ ഒരു ഗ്യാങ്, അതായത് നിങ്ങളുടെ ഗ്യാങ് ഒരു ടർഫ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു പാസ്വേഡ് കിട്ടി ഇതിനകത്തേക്ക് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ലോക്ക് മാറ്റണമെങ്കിൽ /ലോക്ക് അടിക്കുക, എന്നിട്ട് പാസ്വേഡും കൂടെ കൊടുത്താലേ നമുക്ക് ലോക്ക് മാറി കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ലോക്ക് അറിയണമെങ്കിൽ ഒന്നുകിൽ ഗ്യാങ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്യാങ്ങിൽ കാണണം. ഗ്യാങ് കണ്ടാൽ മാത്രം ഒരു ആ ടർഫ് അടിച്ചെടുക്കാൻ വേണം. ഇൻ കേസ് ഇനി ഗ്യാങ്ങും അല്ലോ ഇത് ഓപ്പൺ ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് അടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കയറി നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് പാസ്വേഡൊക്കെ അടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ ഗ്രൈൻഡ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നേരെ ഈ ഒരു ലൊക്കേഷനിലായിട്ട് വരിക. അവിടെ ചെല്ലുമ്പം /ഗെറ്റ് ഡ്രഗ് സീഡെന്ന് കാണും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് അടിക്കുക. എത്ര എമൗണ്ട് വേണമെന്ന് വെച്ചാൽ അതും അടിച്ചെടുക്കുക. ഞാനിപ്പോൾ എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്താൽ മതി. എന്നിട്ട് നമുക്കത് പിക്ക് ചെയ്തെടുക്കാനായിട്ടും പറ്റും. ഓക്കെ, സിമ്പിൾ പരിപാടിയാണ്. പക്ഷേ ഈ ഒരു ടർഫുള്ളവർക്ക് മാത്രമേ അത് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കറൻറ്റ്ലി സിറ്റിയിൽ ഈ ഒരു പോട്ടും മെത്തും ക്രാക്കിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അതാണ് എല്ലാവരും എങ്ങനെ ഗ്രൈൻഡ് ചെയ്യുക എന്ന് ചോദിക്കുന്നത്. അപ്പോൾ സീഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹിഡനായിട്ടുള്ള ലൊക്കേഷനിൽ പോവുക. എന്നിട്ട് /INV അടിച്ച് INVയിൽ സീഡ് സെലക്ട് ചെയ്ത് നിങ്ങൾ യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പ്ലാന്റ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ടിത് നമുക്ക് എന്ത് ചെയ്യുക, പിക്ക് പ്ലാന്റ് അടിച്ച് കഴിഞ്ഞാൽ ക്രൗച്ച് ചെയ്തിരുന്നിട്ട് പിക്ക് പ്ലാന്റ്, അതായത് നമ്മൾ ഇരുന്നിട്ട് പിക്ക് പ്ലാന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാൻ പറ്റും. അതായത് നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അതിന് കുറച്ച് ടൈം എടുക്കും. ഇപ്പം നിങ്ങൾ 1 മണിക്കൂർ ഇട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 10 എണ്ണം കിട്ടും. ചിലപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞാണ് വരുന്നത്, ചിലപ്പോൾ 50 എണ്ണം കിട്ടും. അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സീഡ് ജസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ക്രാക്കും അതുപോലെ തന്നെ മെത്തും ഒക്കെ എങ്ങനെയാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഓക്കെ, നേരത്തെ കണക്കിന് നമ്മൾ വീണ്ടും ഫോൺ എടുത്തിട്ട് GPS-നകത്ത് കയറി ഇല്ലീഗൽ ലൊക്കേഷനിൽ ഇനി നമുക്ക് ഏതാണോ വേണ്ട, ക്രാക്ക് ആണെങ്കിൽ ക്രാക്ക്, അതുപോലെ തന്നെ മെത്താണെങ്കിൽ മെത്ത്, ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. എന്നിട്ട് നേരെ ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണെങ്കിൽ ഒരു ഹൗസ് കാണും. അവിടെ ഒരു കമാൻഡ് ഉണ്ട്. പിന്നെ അവിടെ കുറച്ച് വ്യത്യാസമുണ്ട്, അതും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നേരെ മെത്ത് ഹൗസിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഈ കമാൻഡ് അടിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരിക. അതിനുശേഷം അടിച്ചേക്കുന്ന കണക്ക് /get truck F-train എന്ന് അടിക്കുക. എത്ര എണ്ണം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ INV ഫുള്ളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ INV ക്ലിയറൊക്കെ ചെയ്തിട്ട് വേണം വന്ന് കമാൻഡൊക്കെ അടിക്കാനായിട്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് നേരെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ആയിട്ടൊരു ലൊക്കേഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൈൻഡ് ചെയ്യാനായിട്ടുള്ള കമാൻഡ് അടിക്കാനായിട്ട് വരും. ജസ്റ്റ് അവിടെ കുക്ക് മെത്തെന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആസിഡും അത് കണക്ക് തന്നെ കുറച്ച് സാധനങ്ങൾ വേണം. അപ്പോൾ ആസിഡ് കിട്ടുക 24 ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ അവിടെ പോയി ആസിഡ് വാങ്ങിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സോഡ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് 24 ഷോപ്പിൽ തന്നെ പോവുക, സോഡയും വാങ്ങിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ജസ്റ്റ് കുക്ക് മെത്തെന്ന് അടിക്കുമ്പോഴത്തേക്കും ഓരോ 15 സെക്കൻഡിൽ 2 ഗ്രാം മെത്ത് വെച്ച് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾ INV ഫുള്ളാവുന്നവരെ നിങ്ങൾക്ക് ഈ മെത്ത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് അനങ്ങാതിരുന്നാൽ മതി. 15 സെക്കൻഡ് കൂടുമ്പോൾ 2 എണ്ണം വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും.
അടുത്തത് നമ്മുടെ ക്രാക്കാണ്. സിമ്പിൾ പരിപാടിയും കാര്യങ്ങളുമാണ് ക്രാക്ക് കുക്ക് ചെയ്യാനായിട്ട്. ജസ്റ്റ് നമ്മൾ ക്രാക്ക് ഇതാണെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുക, അതിനുശേഷം ക്രാക്ക് ഹൗസിലോട്ട് ചെല്ലുക. ക്രാക്ക് ഹൗസ് ഈ ഒരു ഏരിയയിലുണ്ട്, കുറച്ച് ഹിഡൻ ആയിട്ടുള്ളൊരു ഏരിയയിലാണ് വെച്ചേക്കണേ, അവിടെ ചെല്ലുക. ജസ്റ്റ് നമ്മൾ നേരത്തെ കയറുന്നതാണെങ്കിൽ ഇതിനകത്ത് കയറുക, എന്നിട്ട് ജസ്റ്റ് കമാൻഡ് അടിച്ചാൽ മതി. ബാക്കിയുള്ളതിനെ കണക്ക് എത്ര ടൈമും കാര്യങ്ങളൊന്നും എടുക്കില്ല, അപ്പോൾ തന്നെ സാധനം ഡയറക്റ്റാണ് നമ്മുടെ കയ്യിലോട്ട് കിട്ടും. നേരെ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ആയിട്ട് കാണും ഗെറ്റ് ട്രാക്ക് ക്രാക്ക് എത്രണ്ണം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എടുക്കാനായിട്ട് കുറച്ച് ക്യാഷേ വരത്തുള്ളൂ. അത് കൂടുതൽ പൈസയ്ക്ക് വിൽക്കുകയാണ്, നമ്മുടെ ഗ്യാങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എടുത്ത് ടറഫുള്ളവർക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ. ടറഫ് ഗ്യാങ്സിനാണ് ടറഫ് ആയിട്ട് അടിച്ചെടുക്കുന്നു, അവർക്കാണ് ഇതിൻ്റെ ആക്സസും കാര്യങ്ങളൊക്കെ കിട്ടുക. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നമുക്കത് നോക്കാം. പിന്നെ എന്തെങ്കിലും ഇതുപോലത്തെ ട്യൂട്ടോറിയലോ കാര്യങ്ങളോ വേണമെങ്കിലും കമൻറ്റ് ബോക്സ് ജസ്റ്റ് ഒന്ന് പറയും. ഇന്നത്തെ വീഡിയോ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും കൂടെ ചെയ്തിട്ടേക്കാം.